10,000 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ കാണാനില്ല. അർദ്ധരാത്രിയിൽ സ്റ്റോർ റൂമിന് മുന്നിൽ വോട്ടിംഗ് മെഷീനുകളുമായി ലോറികളാണ്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസം കഴിയുന്തോറും പുറത്തു വരുന്നത്. ഇനി 10,000 വോട്ടിംഗ് മെഷീൻ കാണാനില്ല എന്ന് സമ്മതിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ്. എന്നാൽ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ഒരു വലിയ ചോദ്യം. എങ്ങോട്ടേക്കാണ് ഈ ലോറികൾ പാഞ്ഞുപോയത്? ആരുടെ പ്രകാരമാണ് ഈ ലോറിയിൽ EVM നിറച്ചത്? വോട്ടെണ്ണുന്ന ദിവസം വരെ EVM കാത്തു സൂക്ഷിക്കാൻ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഒരു സ്റ്റോർ റൂമിൽ വെച്ചിരിക്കുകയാണ്. വോട്ടെണ്ണുന്ന എത്ര ദിവസമാണോ അത്രയും ദിവസം EVMകൾ ഇതേ സ്റ്റോർ റൂമിലായിരിക്കും. എന്നാൽ ആ മെഷീൻ അവിടെ നിന്നും വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? അങ്ങനെ കൊണ്ടുപോയതിനു ശേഷമാണോ തിരിച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്? ഇത് പരിശോധിക്കാൻ യാതൊരു സംവിധാനവും ഇല്ല. ഇത്തരത്തിൽ ഈ മെഷീൻ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയതിനു ശേഷമാണോ സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുവച്ചത് എന്നറിയാനായിട്ട് ഒരു GPS സംവിധാനം വേണം. ലൊക്കേഷൻ ആക്യുറേറ്റ് ചെയ്യാൻ ഒരു സംവിധാനം. പല സ്ഥലങ്ങളിൽ നിന്നും പല ഭാഗത്തു നിന്നും അതോറിറ്റിയുടെ ഭാഗമല്ലാത്തവരുടെ കയ്യിൽ നിന്നും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ പിടിക്കുന്നുണ്ട്. അസാധാരണമായി പല സ്ഥലത്തും ലോറികൾ കാണുന്നുണ്ട്. ലോറി നിറയെ ബൂത്ത് ഏജന്റുമാരുടെയോ മറ്റ് അതോറിറ്റിയുടെയോ ഒന്നും തന്നെ ഒപ്പോ സാക്ഷ്യമോ വെക്കുന്ന സർട്ടിഫിക്കറ്റോ ഒന്നും തന്നെ ഇല്ലാതെയാണ് EVMകൾ നിറച്ചിരിക്കുന്നതും അതുകൊണ്ട് രായ്ക്ക് രായ്മാനം ലോറിയിൽ കടത്തുകയുമാണ്. കമ്മീഷന്റെ കണക്ക് പ്രകാരം 10,000 വോട്ടിംഗ് മെഷീനുകളാണ് മിസ്സിംഗ് ആയിരിക്കുന്നത്. ഇതിനൊന്നും യാതൊരു വിശദീകരണവുമില്ല. ജനാധിപത്യ ക്രമത്തിനകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് വിശ്വാസമാണ്. അതാണ് ഇവിടെ തകർന്നു പോയിരിക്കുന്നത്. 10,000 EVMകൾ കാണാനില്ല എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമേ അല്ല. അതുകൊണ്ട് കൂടിയാണ് EVMൽ നിന്നും മാറി ബാലറ്റ് പേപ്പറിലേക്ക് പോകട്ടെ എന്ന് പറയുന്നത്. എന്നാൽ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ കഴിഞ്ഞ തവണ പ്രതികരിക്കുമ്പോൾ ഇതൊക്കെ പിന്തിരിപ്പൻ നയമാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. കോടതി അടക്കം ഈ വിഷയത്തിൽ വിശദീകരണം തേടുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന മട്ടിലാണ് പെരുമാറുന്നത്. 20 മണ്ഡലങ്ങളിലെ തെളിവുമായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലേക്ക് എത്തിയപ്പോഴും തോറ്റതിന്റെ ചൊരുക്ക് തീർക്കാനാണ് എന്നാണ് കമ്മീഷൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞത്. അല്ലാതെ എന്താണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന വാദത്തിന്റെ അടിസ്ഥാനം എന്നൊന്നും ചിന്തിക്കാതെയാണ് EVMൽ മാത്രം വോട്ട് ചെയ്താൽ മതി എന്ന അടിച്ചേൽപ്പിക്കുന്ന നയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുന്നു എന്ന് രാഹുൽ ഗാന്ധിക്കടക്കം പാർലമെന്റിനകത്ത് മോദിയെ ഇരുത്തിക്കൊണ്ട് പറയേണ്ടി വരുന്നത്. സത്യം പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ജനാധിപത്യപരമായ ആരോഗ്യമാണ് ഇതുവഴി ഇല്ലാതായി തകർന്നടിയുന്നത്.